പ്രവർത്തകരുടെയും അതുപോലെ തന്നെ കുടുംബശ്രീ പ്രവർത്തകരുടെയും സഹായത്തോടുകൂടി അതിദരിദ്രരുടെ സർവേ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സർവേ എടുത്തപ്പോൾ 46,006 ആളുകൾ അതിദരിദ്രരായി കൊണ്ട് കൊച്ചു കേരളത്തിലുണ്ട്. എത്ര പേർ? 46,006 പേർ. ആ 64,006 പേർ അതിദാരിദ്ര്യ വ്യവസ്ഥയിൽ നിലനിൽക്കുന്നവർ കേരളത്തിലുണ്ട്. കേരളം പുരോഗതി പ്രാപിക്കുമ്പോൾ ഈ 64,006 ആളുകളുടെ ജീവിതം ദുരിതപൂർണമാകുമ്പോൾ ആ വികസനത്തിന് ജനപക്ഷ വികസനം എന്നല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ, ഇടതുപക്ഷ ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ ഈ 64,006 ആളുകളുടെ ജീവിത പ്രശ്നങ്ങൾ നമുക്ക് അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. അത് പരിശോധിച്ചു നോക്കിയപ്പോൾ ഈ നവംബർ മാസം 1-ാം തീയതി കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കാൻ പോവുകയാണ്, അതിദരിദ്രരില്ലാത്ത സ്റ്റേറ്റ് ആയിക്കൊണ്ട് കേരളം മാറാൻ പോകുന്നു എന്ന്. ഇതാണ് ഇടതുപക്ഷത്തിന്റെ ബദൽ. കോൺഗ്രസും ബിജെപിയും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അതിതീവ്ര വലതുപക്ഷ സാമ്പത്തിക നയങ്ങളല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസനത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന്റെ അടിസ്ഥാനം എന്ന് പറയപ്പെടുന്നത്. ഈ രാജ്യത്തെ സാധാരണക്കാരനും പാവപ്പെട്ടവനും ഈ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രക്രിയയിൽ സ്റ്റേറ്റിന്റെ സാമ്പത്തിക പങ്കാളിത്തം ഉണ്ടാകണം. ആ പങ്കാളിത്തം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെന്റ് ഇടപെടണം. ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് പണം പെൻഷന്റെ രൂപത്തിലും സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ രൂപത്തിലും അതുപോലെ തന്നെ മറ്റു മേഖലയുടെ പശ്ചാത്തല വികസനത്തിന്റെ മേഖലയിലേക്കും പണം ഗവൺമെന്റ് പമ്പ് ചെയ്യണം. അങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ എല്ലാവരുടെ കയ്യിലും പണം ലഭിക്കും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പെൻഷന്റെ തുക നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കുകയല്ല ചെയ്യുക. അതായിട്ട് എന്ത് ചെയ്യും? നമ്മൾ അങ്ങാടിയിലേക്ക് പോകും, അങ്ങാടിയിൽ നിന്ന് ഓട്ടോറിക്ഷ വിളിക്കും, മരുമകളുടെ വീട്ടിലേക്ക് പോകും, ബേക്കറി കടയിൽ പോകും, ആയുർവേദ കടയിൽ പോകും. ഈ കൊടുക്കുന്ന 1,600 രൂപ 1-2 ആഴ്ചയ്ക്കുള്ളിൽ ആ പ്രദേശത്തിന്റെ സാമ്പത്തിക പ്രക്രിയയെ ഇടപെടുത്താൻ ആർക്ക് കഴിയും? ഈ തൊഴിലില്ലാത്ത ആൾക്ക് കഴിയും. ആരുടെ പണം എടുത്തുകൊണ്ട്? ഗവൺമെന്റിന്റെ പണം എടുത്തുകൊണ്ട്. അതാണ് പ്രിയപ്പെട്ടവരെ ബദലിന്റെ രാഷ്ട്രീയം. നമ്മളും കോൺഗ്രസും ബിജെപിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ വികസനം, ഈ വികസനം പാവപ്പെട്ട ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ജീവിതം കൂടി പ്രയാസങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിലേക്ക് നവകേരളം എന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് പെൻഷൻ വർദ്ധിക്കും, കുടിശ്ശിക ഉണ്ടാവുകയില്ല, മനോഹരമായ റോഡുകൾ ഉണ്ടാകും, നമ്മളുടെ ആരോഗ്യ മേഖല ഏറ്റവും മെച്ചപ്പെട്ടതാകും, നമ്മുടെ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം സ്വപ്നമല്ല യാഥാർത്ഥ്യമായി തീരും, കാർഷിക മേഖലയിൽ മുന്നേറ്റം ഉണ്ടാകും, എല്ലാ മേഖലയിലും നമുക്ക് മുന്നേറ്റം ഉണ്ടാകും. ഈ മുന്നേറ്റത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയപ്പെടുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരണം. നമ്മൾ നെയ്ത ഈ മനോഹരമായ സ്വപ്നങ്ങൾക്ക് ഈ വിശ്വവിഹായസിൽ പറന്ന് ഉല്ലസിക്കുന്നതിന് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരണം. അതിനെന്ത് വേണം? വലിയ വലിയ ടെക്സ്റ്റൈൽസുകൾക്ക് അംബാസഡർമാരുണ്ടാവൂലേ? നമ്മളെങ്ങനെ കാണാം വലിയ ടെക്സ്റ്റൈൽസുകൾ, അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങൾക്ക് മമ്മൂട്ടി, മോഹൻലാലും, മഞ്ജു വാര്യരും ഇങ്ങനെ ഉണ്ടാവൂലേ? അത് നമ്മൾ കണ്ടിട്ടാണ് ഇതാവുക. നമ്മുടെ ഈ ഗവൺമെന്റിന്റെ മോഹൻലാലും മമ്മൂട്ടിയും മഞ്ജു വാര്യരും ആരാണ്? ഞാനും നിങ്ങളുമാണ്. നിങ്ങളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഈ ഗവൺമെന്റിന്റെ ഭാഗമായി കൊണ്ട് നമുക്ക് ലഭിച്ച നേട്ടങ്ങൾ എന്തൊക്കെ? ഈ നേട്ടങ്ങൾ നമ്മുടെ ഭാഷയിൽ നമ്മൾ പോകുന്ന തൊഴിലിടങ്ങളിൽ, തൊഴിലുറപ്പ് ശാലകളിൽ, അതുപോലെ തൊഴിലിടങ്ങളിൽ എല്ലാം തന്നെ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം. ചിലപ്പം തൊഴിലുറപ്പ് തൊഴിലാളികൾ ബിജെപിക്കാരെന്ന് അവർ പറയുണ്ടാവും, എന്ത് ഇതൊക്കെ കേന്ദ്രം തരുന്നു. അപ്പൊ പറയണം, സ്നേഹപുരസ്സരോട് ചീത്തറിയാൻ പാടില്ല, ഓരോട് പറയണം അത് ഈ കാര്യങ്ങൾ തിരിയാത്തത് കൊണ്ടാണ്. ഇതെല്ലാം തരുന്നത് കേന്ദ്രമല്ല, കേരളമാണ്. 68,000 കോടി രൂപ കേരളത്തിലെ ഗവൺമെന്റിന് മോദിയുടെ ഗവൺമെന്റ് തരാനുണ്ട്. എന്നിട്ട് ഞങ്ങൾ അത് പിടിച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് മോളെ, നീ മെല്ലെ മാറണം. നമുക്കൊക്കെ ഗുണം കിട്ടുന്നത് ഇടതുപക്ഷമാണ് എന്ന് സ്നേഹത്തോടെ പറയണം. നമ്മുടെ വണ്ടി എന്ന് പറയപ്പെടുന്ന നിറഞ്ഞോടുന്ന ബസ്സല്ല. മുഴുവൻ ആളുകളെയും, പാവപ്പെട്ടവൻ, പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ, ദളിതൻ, അത് UDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, പക്ഷെ എന്താണ്, അവൻ ജീവിതത്തിന്റെ പ്രയാസം അനുഭവിക്കുന്നവനാണോ? അവന്റെ ജീവിതം മനോഹരമാക്കുന്നതിൽ ഈ ഗവൺമെന്റ് വഹിച്ച പങ്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർമ്മിക്കേണ്ടതുണ്ട്. മാത്രമല്ല, വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് കൂടുതൽ സീറ്റ് കിട്ടണം, കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കാൻ കഴിയണം. അപ്പോഴാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർദ്ധിപ്പിക്കുമ്പോഴും അതുപോലെ തന്നെ മറ്റു പശ്ചാത്തല മേഖലയിലുള്ള വികസനത്തിന്റെ ഗുണം വോട്ടായി മാറണം.
വോട്ടായി മാറണം. നമ്മൾ ഇവിടെ നിൽക്കുന്നതിനാ ഇഹലോകത്ത് സ്വർഗം പണിയാനാണ്, അല്ലെ? മനുഷ്യ